Good morning, everyone. Yes, this is Varsha from Tiju's Academy, Mavelikira, and welcome to yet another live session, speaking live session. So, as usual, we are going to have a role play discussion. A very warm good morning to one and all. Yes, so yeah, people are joining. Let's wait for a couple of minutes. After that, we'll just go with the role play card discussion. So, I really hope that you people are doing good. You people are practicing with the speaking part also. Yes, so as just like I mentioned, we'll be having a role play card discussion today as well. So the setting given here is a community health center, and yeah, good afternoon, good morning everybody. Good morning all. Okay, so let's move on to the role play card discussion. Meanwhile, let people join. So we are going to have a role play card discussion where the setting given here is a community health center. Okay, let's look into the scenario so as to confirm what kind of a case it is. Just like I mentioned, settings വെച്ചിട്ട് മാത്രം ഒരു സെറ്റിംഗ് കണ്ടാൽ മാത്രം നമ്മളൊരു കേസ് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. നമ്മളത് എന്ത് കേസാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സിനാരിയോ പ്രോപ്പർലി രണ്ടും സെറ്റിംഗ് ആൻഡ് സിനാരിയോ പ്രോപ്പർലി വായിക്കുക. ഓക്കെ, അത് രണ്ടും കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാമോ ഒരു കേസിനെ പറ്റിയിട്ട് ഡിസൈഡ് ചെയ്യാമോ അതെന്ത് കേസാണെന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഡിസിഷനിലേക്ക് എത്താവും. സോ ഹായ് പാർവതി, ഗുഡ് മോർണിംഗ്. Okay, yeah, so the setting given here is a community health center, and in the scenario part it is mentioned that you see an 80-year-old woman who is concerned because she has been socially withdrawn for more often lately. She also thinks she has lost weight over the last 6 months and wants some advice. ഓക്കെ, സോ നമ്മുടെ പേഷ്യൻ്റ് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സെറ്റിംഗ് സിനാരിയോ വായിക്കുമ്പോൾ നമുക്ക് 3 ഇൻഫർമേഷൻസ് കിട്ടും അല്ലേ. ഹൂ ആം ഐ, അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഈസ് യുവർ ഡെസിഗ്നേഷൻ ഇൻ ദിസ് പർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ്? സോ യു ആർ എ നഴ്സ് വർക്കിംഗ് ഇൻ ദി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. അത് ക്ലിയർ ആണല്ലോ. ഹൂ ആം ഐ, ഞാൻ ആരാണ്? അപ്പോൾ നമ്മുടെ ഡെസിഗ്നേഷൻ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സോ യു ആർ എ നഴ്സ് വർക്കിംഗ് ഇൻ ദി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ആൻഡ് ജസ്റ്റ് ബിലോ ദാറ്റ് ഇൻ ദ സിനാരിയോ നമുക്ക് ബാക്കിയുള്ള 2 ഇൻഫർമേഷനും കൂടെ കിട്ടും. ടു ഹൂം ആം ഐ ഗോയിങ് ടു ഹാവ് ദ കോൺവെർസേഷൻ വിത്ത്? നമുക്കറിയാം ദി ഇൻ്റർലക്യൂട്ടർ or the examiner can take up 2 roles. He or she can either take up a patient part or a bystander. അല്ലേ? അപ്പോൾ പേഷ്യൻറ്റും ആകാം, അല്ലെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈവൻ ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദി ബൈസ്റ്റാൻഡർ ഓൾസോ. സോ വി നീഡ് ടു കൺഫേം ദാറ്റ് തിങ് പർട്ടിക്കുലർലി ഫ്രം ദി scenario part. So you see an 80-year-old woman who is concerned because she has been socially withdrawn more often lately എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രം ദെയർ ഇറ്റ് സെൽഫ് വി ആർ ഗെറ്റിംഗ് എൻ ഐഡിയ ദാറ്റ് നമ്മൾ കോൺവേഴ്സ് ചെയ്യാൻ പോകുന്നത് ആരോടാണ്? വി ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ ടു ദി പേഷ്യൻറ്റ്, അല്ലേ? നമ്മൾ പേഷ്യൻറ്റിനോടാണ് സംസാരിക്കാൻ പോകുന്നത് എന്നൊരു ക്ലാരിറ്റി നമുക്ക് അവിടുന്ന് തന്നെ കിട്ടി. ക്ലിയർ ആയല്ലോ. സോ ഹൂ ആം ഐ? യു ആർ ദ നഴ്സ് വർക്കിംഗ് ഇൻ ദി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ടു ഹൂം ആർ യു ഗോയിങ് ടു ഹാവ് ദ കോൺവെർസേഷൻ വിത്ത്? നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആരോടാണ്? വി ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ ടു ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ്. ആൻഡ് ദ തേർഡ് തിങ്, വാട്ട് ആം ഐ ഗോയിങ് ടു ടോക്ക് ഇൻ ദിസ് പർട്ടിക്കുലർ റോൾ പ്ലേ? എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? ഓക്കെ, സോ ഹി ഓർ ഷീ തിങ്സ് ദാറ്റ് ദേ ഹാവ് ലോസ്റ്റ് വെയ്റ്റ് ആൻഡ് വോണ്ട് സം അഡ്വൈസ്. അപ്പോൾ നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ പോവുകയാണ് ഓഫ് ദ ടു ദ പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ ഓർ ദ കറണ്ട് സിറ്റുവേഷൻ. അവരുടെ കറണ്ട് സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അഡ്വൈസസ് ആണ് കൊടുക്കാൻ പോകുന്നത്. സോ കെൻ യു ജസ്റ്റ് ടെൽ മീ ഫ്രം ദ സെറ്റിംഗ് ഇൻ ദ സിനാരിയോ വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇസ് ദിസ്? അപ്പോൾ നമുക്ക് 3 ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അഡീക്വേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെൻ യു ജസ്റ്റ് ടെൽ മീ വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇസ് ദിസ്? ഇതെന്താണെന്ന് ക്ലിയർ ആയോ? ഏത് കേസാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുമോ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? So just like I mentioned, you have to go through the setting and the scenario properly so as to confirm a case. അപ്പോൾ നമ്മൾ രണ്ടും നോക്കി. അപ്പോൾ ഇത് എന്ത് കേസാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. എന്ത് കേസാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? Can you just tell me what kind of a case is this? Have you got an idea regarding the case? Yes, what do you think is this particular scenario suggesting to you?
Have you met the patient before, or is this the first time consultation? എന്തായാലും ഹോം വിസിറ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആണല്ലേ. അപ്പോൾ ബാക്കിയുള്ള കേസസ് നോക്കിയാൽ മതി. ഒരു അൺനോൺ കേസാണോ, അതോ ഇതൊരു നോൺ കേസാണോ, അൺനോൺ ടു നോൺ സിനാരിയോ ആണോ ഇത്, അറ്റ് ദ സെയിം ടൈം ഒരു വിതൗട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണോ, ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് എന്ത് കേസാണെന്നുള്ള കാര്യത്തിൽ? വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇസ് ദിസ്? യെസ്, സോ ദിസ് ഈസ് എൻ അൺനോൺ കേസ്. ഇതെന്തുകൊണ്ടാണ് ഇതൊരു അൺനോൺ കേസ് ആവുന്നത്? ഹാവ് യു ഗോട്ട് എൻ ഐഡിയ എന്തുകൊണ്ടാണ് ഇതൊരു അൺനോൺ കേസ് ആവുന്നത്? സോ വി ഹാവ് ഗോട്ട് എൻ ഐഡിയ ദാറ്റ് ദിസ് ഈസ് ആൻ അൺനോൺ കേസ്. ഈ ഒരു കേസ് എന്ത് കേസാണ്? അൺനോൺ കേസ്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം? യെസ്, അൺനോൺ എന്ന് ഓക്കെ സജഷൻസ് വരുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഇതൊരു അൺനോൺ കേസ് ആണല്ലേ. സോ ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ ദറ്റ് ദിസ് ഇസ് എൻ അൺനോൺ കേസ്? എങ്ങനെ മനസ്സിലായി? കാരണം അൺനോൺ ആവുമ്പോഴത്തേക്കും വാട്ട് ഇസ് ദ വേർഡ് ഇൻഡിക്കേറ്റിംഗ് ടു യു? യു ആർ മീറ്റിംഗ് ദ പേഴ്സൺ ഫോർ ദി വെരി ഫസ്റ്റ് ടൈം. അൺഫാമിലിയർ അല്ലേ, അല്ലെങ്കിൽ ഒരു ന്യൂ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി. സോ ഇവിടെയും ഇതൊരു അൺനോൺ കേസ് തന്നെയാണ്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? ഹാവ് യു പ്രൊവൈഡഡ് എനി സോർട്ട് ഓഫ് കെയർ ടു ദ പേഷ്യൻ, ഓർ ഹാവ് യു മെറ്റ് ദ പേഷ്യൻ ബിഫോർ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പേഷ്യൻറ്റിനെ നേരത്തെ? നോ, അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ. അതുപോലെ തന്നെ ഈ പേഷ്യൻ്റ് നമ്മുടെ പേഷ്യൻ്റ് ആണോ, നമ്മുടെ കെയർ റിസീവ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണോ? നോ, it is also not mentioned anywhere. So definitely we can take this case as an unknown case. Mansilayo? Because we are meeting this particular patient for the very first time. We have not met the patient before, and the person is visiting you for the very first time. So we'll be taking this case as an unknown case. Clear ആവുന്നുണ്ടോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. അതുകൊണ്ടാണ് ഇതൊരു അൺനോൺ കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പോകുന്നത്. ഓക്കെ, യെസ്, അനു, പാർവതി, ജിസ, എവറിബഡി ഹാസ് കമൻറ്റഡ്. ഓക്കെ, ഫൈൻ. യെസ്, അൺനോൺ ആണിത് ഡെഫിനറ്റ്ലി. ആൻഡ് യെസ്, ഹായ് അനുഗ്രഹ, ഗുഡ് മോർണിംഗ്. യെസ്, ഐ എം ഡൂയിങ് ഗുഡ് ഡിയർ. വാട്ട് അബൌട്ട് യു? ഓക്കെ, സോ അൺനോൺ എന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇനി അൺനോൺ കേസ് ആകുമ്പോഴത്തേക്കുന്നു നമ്മൾ ഈ കേസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സോ ഹൗ വിൽ യു സ്റ്റാർട്ട് എൻ അൺനോൺ കേസ്? ഡെഫിനറ്റ്ലി ദ ഫസ്റ്റ് തിങ് വുഡ് ബി ദ ടൈം വിഷ്, റൈറ്റ്? വിൽ ബി മേക്കിംഗ് ദ ടൈം വിഷ്. സോ ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് സോ ആഫ്റ്റർ ദാറ്റ്, ഇഫ് യു വോണ്ട് ടു സേ ഗീവ് ദി സെൽഫ് ഇൻട്രൊഡക്ഷൻ, യു ക്യാൻ ഗീവ് ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ അലോങ് വിത്ത് ദാറ്റ്. സോ ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഗുഡ് മോർണിംഗ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഐ എം നഴ്സ് വർഷ, വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ പറയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻറ്റിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കാം അല്ലേ. പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കുന്നു. അതായത് വി ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ. ഇവിടെ നമ്മൾ കോൺവെർസേഷൻ ലീഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻറ്റിനോടൊന്ന് കംഫർട്ടബിൾ ആവാൻ പറയാം. പ്ലീസ് ബി സീറ്റഡ് എന്ന് മെൻഷൻ ചെയ്യാം. സൂൺ ആഫ്റ്റർ ദാറ്റ്, ഇനി അവരെന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. റീസൺ ഫോർ വിസിറ്റ്. സോ ഹൗ കെൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് നമുക്ക് ചോദിക്കാം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് നമുക്ക് ചോദിച്ചൂടെ? അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? മേ ഐ നോ ദ റീസൺ ബിഹൈൻഡ് യുവർ വിസിറ്റ് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി വൈ ദ പേഴ്സൺ ഇസ് ഹിയർ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, അപ്പോൾ അവർ റീസൺ ഫോർ വിസിറ്റ് പറഞ്ഞു. സോ വാട്ട് ഇസ് ദ പേഴ്സൺ ഗോയിങ് ടു ടെൽ യു? ദ പേഴ്സൺ വിൽ ബി ടെല്ലിങ് യു ദാറ്റ് ദേ ആർ ഫീലിംഗ് socially withdrawn these days, and they also think that they have lost weight recently, so they need some advice regarding their current medical condition or their current situation എന്നുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? പേഷ്യൻ്റിന് ഒരു ഉറപ്പ് കൊടുക്കുന്നു that you will be taking care of them അല്ലേ. സോ യെസ്, സോ നമ്മളിവിടെ പേഷ്യൻ്റ് ഒരു റീഅഷുറൻസ് കൊടുക്കുന്നു. ആൻഡ് ഫോളോഡ് ബൈ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് പേഷ്യൻ്റ് നെയിം ആൻഡ് ഏജ് നമുക്ക് കളക്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഇൻട്രോയിൽ പോകേണ്ട കാര്യങ്ങൾ. സോ യു പീപ്പിൾ ആർ ഫാമിലിയർ വിത്ത് ഇറ്റ്. അപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ നമ്മളെപ്പോൾ വീക്ക്ലി കണ്ടാലും ഇത് ഞാൻ വീണ്ടും പറയുന്നത് സോ ദാറ്റ് എവറിത്തിങ് വിൽ ബി ലൈക്ക് തറോ ഫോർ യു, ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലാരിറ്റി റിഗാർഡിംഗ് ഹൗ ടു അപ്രോച്ച് എ കേസ്. അതായത് സെറ്റിംഗ് സിനാരിയോ ആണ് നമ്മൾ ആദ്യമേ കാണുന്നത്. ഫ്രം ദെയർ ഇറ്റ് സെൽഫ് യു വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇറ്റ് ഇസ്. Soon after that, like I always tell you people, you may just make a note of what are the things you will be using for the this introduction part. So അപ്പോൾ ആ രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? വിൽ ബി ഗ്രീറ്റിംഗ് ദ പേഴ്സൺ അറ്റ് ഫസ്റ്റ്, റൈറ്റ്? സോ ഗുഡ് മോർണിംഗ്. Let me introduce myself. I am Nurse Varsha, working in this community health center. Please be comfortable. May I know the reason behind your visit? Okay, I can completely understand your concern. You don't need to worry about anything because you have arrived at the right place. And definitely I'm going to give you suggestions or advices for the same. So before proceeding to that, could you please state your name and age for my documentation? എന്ന് നമുക്ക് അവിടെ സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇത്രയും വരെ ക്ലിയർ അല്ലേ? യെസ്. ടൈം വിഷ്, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. യാ, ദെൻ ഇൻട്രൊഡക്ഷൻ.
May I know the reason? Okay, yeah, very good, Anugraha. This is it. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആയല്ലോ എങ്ങനെയാണ് നമ്മൾ ഇനി ഒരു കേസിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഒരു അൺനോൺ കേസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ എന്ത് നോക്കിയത്, എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വി ഹാവ് ജസ്റ്റ് ലുക്ഡ് ഇൻ ടു. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ പേഷ്യൻ്റ് നെയിം, സോ സിൻസ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഡിസ്കഷൻ ആൻഡ് വാട്ട് ഐ ബിലീവ് ഇസ് യു പീപ്പിൾ ആർ സ്പീക്കിംഗ് അലോങ് വിത്ത് മീ. സോ ഇന്നത്തെ നമ്മുടെ പേഷ്യൻ്റ് നെയിം നമുക്ക് എന്തെടുക്കാം, നമുക്ക് ആനി എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ആനി ഈസ് യുവർ പേഷ്യൻറ്റ് ടുഡേ. സോ വെൻ യു ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ, വെൻ യു വിൽ ബി അഡ്രസ്സിംഗ് ദ പേഷ്യൻറ്റ്, അഡ്രസ് ദ പേഷ്യൻറ്റ് ആസ് ആനി. ഓക്കെ ആണല്ലോ. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ ആൻഡ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഫസ്റ്റ് ടാസ്ക്, ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ വിസിറ്റ്. അത് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. റീസൺ ഫോർ വിസിറ്റ് നമ്മൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു അല്ലേ. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സെക്കൻഡ് ടാസ്ക്, എക്സ്പ്ലോർ ഡീറ്റെയിൽസ് അബൌട്ട് ഹെർ കണ്ടീഷൻ. അപ്പോൾ അവരെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഓൺസെറ്റ് ചോദിക്കുന്നുണ്ട്, ഫ്രീക്വൻസി ചോദിക്കുന്നുണ്ട്, ലോങ് ടേം മെഡിക്കേഷനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഹെൽത്ത് കണ്ടീഷൻസിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇമ്പാക്റ്റ് ഓൺ ലൈഫ് ചോദിക്കുന്നുണ്ട്, ആൻഡ് റീസെൻറ്റ് ഇൽനെസ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡയറക്ട്ലി എന്താണ്, ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് നെയിം ആൻഡ് ഏജ് ചോദിച്ചു. മേ ഐ നോ യുവർ നെയിം ആൻഡ് ഏജ് ഫോർ ദി ഡോക്യുമെൻറ്റേഷൻ? മൈ നെയിം ഇസ് ആനി ആൻഡ് ഐ എം 80 years old. സോ may I know the onset of issue എന്ന് ഡയറക്ട്ലി പോവാതെ give an indication to the person that you're going to ask questions. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് മെൻഷൻ ചെയ്യാം, ലൈക്ക് ഐ ഓൾവേസ് യൂസ് ടു യൂസ് ദിസ് ഫ്രേസ്, ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ പറയാം, അല്ലെങ്കിൽ സോ ആസ് ടു ഗെറ്റ് എ ക്ലാരിറ്റി ഓഫ് യുവർ കണ്ടീഷൻ. ഓക്കെ, ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ കറൻറ്റ് സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ എന്നുള്ള വില്ലിങ്നെസ് അവരുടെ അടുത്തുനിന്ന് ചോദിക്കുക. ബിക്കോസ് വി ആർ ഗോയിങ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ടു ദ പേഴ്സൺ, റൈറ്റ്? സോ ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. കൺഫേം റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ്, സ്റ്റിച്ച് റിമൂവൽ, ഡ്രസ്സിങ്, ഇതെങ്ങനെയാണ് പറയുന്നത്? ഓക്കെ സൗമ്യ, ഞാൻ ഈ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിട്ട് സൗമ്യയുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ഐ ഡെഫിനറ്റ്ലി അഡ്രസ് ദാറ്റ്. Okay, I got an idea regarding the case also. Definitely, I'll address that question. Yes, so in order to get a better understanding of your current situation, can I ask some question? അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, പെർമിഷൻ സീക്ക് ചെയ്യുക. Okay, in order to get a better understanding of your current situation, can I ask some questions to you? Okay, could you please tell me the onset of this issue? Okay, and may I know the frequency? Okay, fine. So, are you taking any long-term medication or do you have any medical conditions? Yes. So, what about the impact on your life? Impact of this on your life? And then chodikya. Okay? Yes, fine. Well, Annie, did you had any recent illness? Okay, yeah, thank you for sharing these informations to me. എന്ന് പറയാം, അല്ലെങ്കിൽ thank you for answering my question എന്നവിടെ അക്നോളജും കൂടി ചെയ്യാം. മനസ്സിലായോ? പേഷ്യൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, അവർ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് നമ്മൾ അവരെ അക്നോളജ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് പറയാം, താങ്ക് യു ഫോർ ഷെയറിങ് എന്നുള്ള കാര്യം, താങ്ക് യു ഫോർ ഷെയറിങ് ദീസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ആൻസറിങ് മൈ ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് പറയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ അക്നോളജിങ് ദ പേഴ്സൺ ഫോർ ആൻസറിങ് ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഹോൾ ലെങ്ത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലേ. സോ ആദ്യമേ നമ്മൾ എന്ത് പറയുന്നു, ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ കണ്ടീഷൻ, കെൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു യു? ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ഐ ബീൻ മെൻഷനിങ്, ഇനി ന്യൂ പീപ്പിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പറയാണ്, ഡോണ്ട് ആസ്ക് കോംപ്ലെക്സ് ക്വസ്റ്റ്യൻസ്. അതായത് ഇതെല്ലാം ഒറ്റയടിക്ക് ചോദിക്കരുത്. ഓക്കെ, ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരൊറ്റ ഐഡിയ കൺവേ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഡു യു നോട്ടീസ് എനി സിംറ്റംസ് ലൈക്ക് ഹെഡ് ഏക്ക്, നൊഷ്യ, വോമിറ്റിംഗ് ഓർ അങ്ങനെ ചോദിക്കാം. അതൊക്കെയാണ്, ലൈക്ക് ഒരൊറ്റ മീനിങ് ആണ് അവിടെ കൺവേ ആവുന്നത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പോൾ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ വേറെ ആയിട്ടുള്ളത്, ലൈക്ക് അതുമായിട്ട് ഓൺസെറ്റ്, ഫ്രീക്വൻസി, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ കോംപ്ലെക്സ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വരുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് മാക്സിമം സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പറയുന്നു, ഓരോന്നായിട്ട് ഓരോന്നും ചോദിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ പേഴ്സണെ അക്നോളജ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ആൻസറിങ് മൈ ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ മെൻഷൻ ചെയ്യുന്നു. ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ബിലീവിങ് ദാറ്റ് യു പീപ്പിൾ ആർ വിത്ത് മീ സോ ഫാർ. സോ ദിസ് ഈസ് ആർ ടാസ്ക് നമ്പർ 3. അപ്പോൾ ഇവിടെ എന്താണ് കൺവേ ആവുന്നത്, എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ എ ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ നമുക്ക് ഇപ്പം അങ്ങ് കണ്ടാൽ പറയാൻ പറ്റുമോ പേഷ്യൻ്റ് എന്താ പ്രശ്നം എന്നുള്ളത്? ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഓക്കെ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. Okay, thank you for answering my question. Let me explain the need for a physical examination.
that is a full medical assessment and blood test to rule out any underlying health condition. ഇപ്പോൾ നമുക്ക് അവരെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആ പേഴ്സണ് ഇപ്പോൾ നമുക്ക് കോൺവെർസേഷനിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം, അവർക്കൊരു സ്പെസിഫിക് ഡിസീസ് കണ്ടീഷൻ ഇല്ല, അവർ മെഡിസിൻസ് ഒന്നും ഇപ്പോൾ എടുക്കുന്ന ആളല്ല കറൻ്റ്ലി, ആൻഡ് ഓൾസോ the person doesn't had any recent illness also. But the person is confused what is exactly happening to them, right? So we are going to give an idea as to what is going to happen next. What are you people going to do? So that is why, ഇപ്പോൾ just like നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ഒരു ലെറ്റ് മീ മാത്രമേ അതിലേക്ക് ആഡ് ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം I'm like putting forward just like it is given. But the only thing is, what you notice is intonation of voice. It is very important. Try to intonate your voice. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Let me explain the need for a physical examination, Annie. That is a full medical assessment, blood test, and it will help to rule out any underlying health conditions. Am I clear to you? എന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പേഷ്യൻറ്റിനോട് ചോദിക്കാം. നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞത് പേഷ്യൻറ്റിന് ക്ലിയർ ആയോ എന്നുള്ള കാര്യം ചോദിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇത്രയും വരെ? അപ്പോൾ നമ്മൾ എന്താണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ ടാസ്ക് ഹിസ്റ്ററി കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യനോട് ചോദിച്ചു, നമ്മൾ പേഷ്യനോട് അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ആവശ്യമുണ്ട്, ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു റീച്ച് എ കൺക്ലൂഷൻ, റൈറ്റ്? അപ്പോൾ നമ്മൾ പേഷ്യനോട് പറഞ്ഞു ദിസ് ഇസ് ദിസ് തിങ്, അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ആവശ്യമുണ്ട്, വിൽ ബി ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ ആസ് ടു വാട്ട് ഇസ് ദെയർ കറന്റ് സിറ്റുവേഷൻ. Okay, yes, thank you Anugraha for that. And I'm just moving on to the next thing. അപ്പോൾ stress the need for doctor consultation. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാണല്ലേ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അവരോടൊരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. വെൽ Annie, do you have any concern എന്ന് ചോദിക്കാം. Yes, I don't know why it is important for me to have a doctor consultation. You can give me some sort of medication, nurse. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, യെസ്, ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ്, അല്ലെങ്കിൽ ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യു അറ്റ് ദ സിറ്റുവേഷൻ. അപ്പോൾ എവിടെ എന്ത് ചെയ്യുക? എപ്പോഴാണെങ്കിലും നിങ്ങളൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് എ സിമ്പത്തി ഫ്രേസ് ഓർ എൻ എമ്പത്തി ഫ്രേസ്. മനസ്സിലായോ? ഐ നോ ഹൗ യു ഫീൽ അറ്റ് പ്രസൻറ്റ്, ബട്ട് ലെറ്റ് മീ സ്ട്രെസ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത പോയിന്റിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയുന്നത് കാര്യമാണ്, ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത പോയിന്റിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്? യാ, ഡു യു ഹാവ് എനി കൺസേൺ ഓർ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ചോദിക്കുന്നു, നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് ഷിഫ്റ്റ് ഓൺ ചെയ്യുന്നു. ഡു യു ഹാവ് എനി കൺസേൺ, ആനി? Okay, I know how you feel at present. I would like to express the importance of doctor consultation. It is important, there is an importance of being assessed, and it will help to rule out the exact cause of your current condition. Okay, her എന്നാണ്, അപ്പോൾ അതെന്താ നമ്മൾ പറയേണ്ടത്? your. Okay, it will help to rule out the exact cause of your current situation. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും നമ്മളെ ആ ഒരു കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമായിട്ടില്ല അല്ലേ? അപ്പോൾ അത് ഡോക്ടർ ഇസ് ദ റൈറ്റ് പേഴ്സൺ ടു ഡു സോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും സ്ട്രെസ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രെസ് എന്നുള്ള ഒരു കീവേഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? എംഫസൈസ്, അല്ലെങ്കിൽ നമ്മളത് വേണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കൺസേൺ ചോദിച്ചു, അതിനുശേഷം അവരുമായിട്ടൊന്ന് എംപത്തൈസ് ചെയ്ത് നമ്മൾ സംസാരിച്ചു അല്ലേ? ഐ നോ ഹൗ യു ഫീൽ അറ്റ് പ്രസൻറ്റ്, ആനി, ബട്ട് ഐ വുഡ് ലൈക്ക് ടു സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ because there is an importance of being assessed, and it will help to rule out the exact cause of your current condition. സോ അതിനുശേഷം നമുക്ക് അവരോട് ചോദിക്കാം, നമ്മൾ ആ പറഞ്ഞ കാര്യം അവർക്ക് ക്ലിയർ ആയോ? എന്താ ചോദിക്കാം? അണ്ടർസ്റ്റാൻഡബിൾ. ആം ഐ അണ്ടർസ്റ്റാൻഡബിൾ ടു യു, ആനി എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, നമ്മൾ ആ പറഞ്ഞ കാര്യം അവർക്ക് ക്ലിയർ ആയോ എന്നുള്ള കാര്യം നമ്മൾ അവരോട് ചോദിക്കുന്നു. നെക്സ്റ്റ് തിങ് എന്താണ്? ഫൈൻഡ് ഔട്ട് എനി അതർ ക്വസ്റ്റ്യൻ ഓർ കൺസേൺ. അപ്പോൾ നമ്മൾ കൺസേൺ ഉള്ള വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ഡു യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ് ടു മീ എന്ന് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്രയും വരെ ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ ഫോർ യു പീപ്പിൾ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണ്? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്? റെസിസ്റ്റ് ഗീവിങ് എ പ്രൊഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും? കുഡ് യു പ്ലീസ് ടെൽ മി ദ പ്രോഗ്നോസിസ് ഓഫ് ദ സിറ്റുവേഷൻ ഓർ ദിസ് കണ്ടീഷൻ എന്ന് അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നോട്ട് യുവർ റോൾ. അപ്പോൾ നമുക്ക് ഐ എം നോട്ട് ദി ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് യൂഷ്വലി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇഫ് യു ചേഞ്ച് ദ ഫ്രേസ് ഇൻ ടു ഡിഫറെൻറ്റ്, ഇറ്റ് ഇസ് ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ to give you information on the same. അല്ലെങ്കിൽ it is beyond my scope of practice to give a advice on this thing. Okay, അല്ലെങ്കിൽ answer to this question എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. നീഡ്സ് ഫോർ ഡയഗ്നോസിസ്. നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല.
Okay, needs for diagnosis and a proper treatment should be planned, which will be decided by the doctor. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്നോസിസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. And I'm not the right person to do so because there is a need for diagnosis and appropriate treatment should be planned, and then it will be decided by the doctor. ഈ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതും ഡയഗ്നോസിസ് ഓഫ് ദി ഡിസീസും അല്ലെങ്കിൽ ദ കണ്ടീഷനും എല്ലാം ആരായിരിക്കും? ഇറ്റ് വിൽ ബി ഡൺ ബൈ ഡോക്ടർ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കാൺ ഗീവ് ഇൻഫർമേഷൻ ഓർ വി കാൺ ഗീവ് യു എ സജഷൻ. ഐ കാൺ ഗീവ് യു സജഷൻ റൈറ്റ് നൗ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? സോ വി ആർ ഐ ഗെസ് ദിസ് ഇസ് ടാസ്ക് നമ്പർ 4. ഓക്കെ, ദെൻ ദിസ് ഇസ് ടാസ്ക് നമ്പർ 5. സോ ഇവിടെ നമ്മൾ ആ പേഷ്യനോട് എന്ത് പറയുന്നു? അപ്പോൾ ഡയറക്ട്ലി ഐ റെസിസ്റ്റ് ഗിവിങ് പ്രോഗ്നോസിസ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഐ എം സോ സോറി ടു സേ ദാറ്റ് ഐ കാൺ ഗീവ് യു a prognosis of this condition എന്ന് പറയാം. ഓക്കെ, ലൈക്ക് ഡയറക്ട്ലി ഐ കാൺ ഗീവ് യു ദ പ്രോഗ്നോസിസ് എന്ന് പറയരുത്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ റാപ്പോ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത് അല്ലേ? ഐ എം സോ സോറി ടു സേ ദാറ്റ് ഐ കാൺ ഗീവ് യു എ പ്രോഗ്നോസിസ് റൈറ്റ് നൗ because I'm not the right person to say so. There is a need for diagnosis and appropriate treatment will be planned, which will be decided by the doctor, and then only we can talk about the prognosis എന്ന് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ക്ലിയർ ആയോ? സോ ഡയറക്ട്ലി കയറി റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇനി എപ്പോഴെങ്കിലും റെസിസ്റ്റ് എന്നുള്ള റെസിസ്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ റെസിസ്റ്റ് ഗീവിങ് എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റ് എന്നുള്ള വേർഡ് കാണുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം. അതായത് അവർ പറയുന്ന എന്തോ ഒരു കാര്യമാണ് ആക്ച്വലി നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, നമ്മളത് പറ്റത്തില്ല എന്ന് പറയുന്നു. അതാണ് റെസിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റ് എന്ന് പറയുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. I'm so sorry to say that I can't give you a prognosis of this condition right now because I'm not the right person to do so. Other than that, we need to fix a diagnosis, and then the doctor will be planning a appropriate treatment, and then only we can talk about the prognosis. So അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യം അത്രയും വരെ അവർക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അവർ അണ്ടർസ്റ്റാൻഡിങ് വീണ്ടും ചെക്ക് ചെയ്യാം. So are you following my words, Annie? എന്ന് നമുക്കവിടെ ചോദിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും വരെ പറഞ്ഞത് അവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഒരു ഡയഗ്നോസിസിലേക്കോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്കോ നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇറ്റ് ഇസ് മോർ അബൌട്ട് കൺവിൻസിങ് ദ പേഷ്യൻറ്റ്. അതായത് ഓരോ ടാസ്കും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഓരോ റോൾ പ്ലേ കാർഡ് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക, ഹൂ ഈസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്? ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ദിസ് ടാസ്ക്? അതായത് ഈ ടാസ്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡിമാൻഡ് ചെയ്യുന്ന എങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സ്പീക്കിംഗ് സ്റ്റൈലാണ്? ലൈക്ക് ഈ ഒരു ടാസ്കിൽ മോർ ഓഫ് റീഅഷുറൻസിനേക്കാളും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ്? വി നീഡ് ടു എൻകറേജ് ദ പേഴ്സൺ ടു സീ ദ ഡോക്ടർ. നമ്മൾ ആദ്യമേ റീഅഷുറൻസ് ചെയ്യുന്ന തുടങ്ങി, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കൊന്നും പേഷ്യൻറ്റ് കുറച്ച് അൺവില്ലിങ് ആണെന്ന് കാണുമ്പോഴത്തേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് ഓൾ അബൌട്ട് എൻകറേജിങ് ദ പേഷ്യൻറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വെൻ യു റീഡ് ദ റോൾ പ്ലേ കാർഡ്, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നിങ്ങളത് ആ ഒരു രീതിയിലേക്ക് എന്താണ് പേഷ്യൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റിലേക്കും കൂടി നിങ്ങൾ എത്തണം. ലൈക്ക് നമ്മുടെ കോൺവെർസേഷൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം? ഇസ് ഇറ്റ് ഓൾ അബൌട്ട് കൺവിൻസിങ്, ഓർ ഇസ് ഇറ്റ് ഓൾ അബൌട്ട് റീഅഷുറൻസ്, എംപത്തൈസിങ് വിത്ത് ദ പേഴ്സൺ? ലൈക്ക് ഒരുപാട് കൺസേൺഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എംപത്തൈസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം? റീഅഷുർ ചെയ്യണം അല്ലേ? ഈ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അപ്പോൾ ഇവരെ നമ്മൾ ആദ്യമേ അഷുർ ചെയ്തു അല്ലേ? അവരെ ഫീൽ കാമാക്കി. അതിനുശേഷം ഇനി നമ്മൾ എൻകറേജ് ചെയ്യണം പേഷ്യൻറ്റിനെ, ബിക്കോസ് ദ പേഴ്സൺ ഇസ് kind of reluctant to listen to you. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. Yes, I am sorry to say that I am not an authorized person to give prognosis of your condition right now. Yes, Anu, I am afraid to give prognosis of your condition. It's better to wait for doctor. The doctor will assess your condition and he will decide. Okay, fine. Yeah, thank you Anu and Anugraha for the comment. യെസ്, ഇനി നമ്മുടെ ലാസ്റ്റ് ടാസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? വി ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് കൺസെൻറ്റ്. അപ്പോൾ അവർ ഓക്കെ ആണോ ഫോർ ഫോളോ അപ്പ് ചെക്കപ്സ്? അതായത് ഇതിൻ്റെ ബാക്കിയുള്ളത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ അവർ ഓക്കെ ആണോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. സോ കുഡ് യു പ്ലീസ് ടെൽ മീ, ആർ യു വില്ലിംഗ് ഫോർ ഫോളോ അപ്പ് ചെക്കപ്സ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ദ കൺസേൺ. ആൻഡ് ഇഫ് ദ പേഴ്സൺ ഇസ് വില്ലിംഗ് ടു ഡു സോ, നമുക്ക് എന്ത് ചെയ്യാം? അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. അറ്റ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അപ്രിഷിയേറ്റ് ചെയ്യുക. ബിക്കോസ് അവരാദ്യമേ നിങ്ങൾ പറയുന്ന കാര്യത്തിന് വില്ലിംഗ് അല്ലാണ്ട് ലാസ്റ്റ് സമ്മതിച്ചു അല്ലേ? നിങ്ങൾ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് സമ്മതിച്ചു. അപ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ വില്ലിംഗ്നെസ്.
എന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് നമ്മളിനി കൺക്ലൂഷനിലേക്ക് നീങ്ങുകയാണ്. സോ വാട്ട് അബൌട്ട് ദ കൺക്ലൂഷൻ? ഹൗ ആർ യു ഗോയിങ് ടു കൺക്ലൂഡ്? ഇപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം അവർക്ക് വല്ല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഇനിയും വേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യമേ ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? സമയം ബാക്കിയുണ്ടെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മറൈസ് ചെയ്ത് കൊടുക്കാം. സോ ദീസ് ആർ ദി 2 things which you can do at present. ക്ലിയർ ആയോ? സോ നമ്മൾ ഫസ്റ്റ് can I do have the consent do? Okay. Can I have മതി, do വേണ്ട. Can I have the consent for follow up checkups എന്ന് പറയാം. ഓക്കെ സൗമ്യ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കൺസെൻറ്റ് വാങ്ങി. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു? ഷാൽ ഐ മേക്ക് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ ദാറ്റ്? ഓക്കെ, യെസ്, നമ്മളൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലുള്ള ഒരു കോൺവെർസേഷനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് by the conversation, as the conversation was progressing, we get to know that from the initially itself we got to know that it was an unknown case. So it is an unknown case. How do we came to a conclusion? By reading the scenario and the setting properly. So in the scenario it is mentioned that the person is visiting you and you haven't met the person before and you are not providing any sort of treatment to the patient as well. So we made a conclusion that the patient is coming to us for the very first time. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പോകണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ പേഷ്യൻ്റ് നെയിം വാസ് ആനി ഫോർ ദ ഡിസ്കഷൻ ടുഡേ. ആൻഡ് നമ്മൾ ഫസ്റ്റ് ടാസ്ക് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ടാസ്കിലേക്ക് വന്നു. ഡയറക്ട്ലി സ്വിച്ച് ഓൺ ചെയ്യാതെ ഞാൻ അവിടെയും പറഞ്ഞു എന്ത് ചെയ്യുക? പ്രോപ്പർലി ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക നിങ്ങൾ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അക്നോളജ് ചെയ്യുക. ദിസ് ഇസ് ദ വേ ഓഫ് കോൺവെർസേഷൻ. അതർവൈസ് ഇറ്റ് വിൽ ഫീൽ ലൈക്ക് യു ആർ സിംപ്ലി റീഡിങ് ദ ടാസ്ക്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്തു. അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? അക്നോളജ് ചെയ്തു. ക്ലാരിഫിക്കേഷനുള്ള അവർ അക്നോളജ് ചെയ്തു പ്രോപ്പർലി. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അവിടെയും ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്തു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ലൈക്ക് റെപ്പറ്റീഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കൺസേൺ ചോദിക്കുന്നു അവർ. അപ്പോൾ നമ്മൾ അവരെ എപ്പോൾ കൺസേൺ ചോദിച്ചാലും ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചൊരു ഫ്രേസും കൂടി യൂസ് ചെയ്യാം. ഇപ്പോൾ കുഡ് യു പ്ലീസ് ടെൽ മീ ദിസ് തിങ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു നോ അബൌട്ട് ദി മെഡിക്കേഷൻസ്. that is a valuable question. അല്ലെങ്കിൽ I really appreciate you for asking that question എന്ന് പറയാം. I'm concerned why it is required for me to see the doctor. Yes, I know how you feel at present. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് കോൺവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഫോളോഡ് ബൈ ദാറ്റ് പേഷ്യൻ്റ് ഒരു റിക്വസ്റ്റ് വെച്ചപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് റെസിസ്റ്റ് എന്നുള്ള വേർഡ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻറ്റിനെ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഐ എം അഫ്രൈഡ് ടു സേ ദാറ്റ് ഐ വോണ്ട് ബി ഏബിൾ ടു ഗീവ് എ പ്രോഗ്നോസിസ് ഓഫ് ദിസ് കണ്ടീഷൻ അറ്റ് പ്രസൻറ്റ്. ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഫൈനലി നമ്മൾ പേഷ്യൻ്റ് അടുത്തുനിന്ന് കൺസെൻറ്റ് വാങ്ങുന്നു. അത്രയും വരെ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ഈ കേസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് സൗമ്യ വാസ് ആസ്കിങ് മീ എ ക്വസ്റ്റ്യൻ, ഒരു ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ദ കേസ് ഇൻ വിച്ച് ദർ ഇസ് എ സ്റ്റിച്ച് റിമൂവൽ. അങ്ങനത്തെ വരുന്നൊരു കേസല്ലേ? ആ കേസ് സ്ക്വാമസ് സെൽ കാർസിനോമ ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് സ്റ്റിച്ച് റിമൂവലിന് വന്നിരിക്കുന്നു. പേഷ്യൻ്റ് വന്നിരിക്കുന്നു, നമ്മൾ വന്നിരിക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യെസ്, അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് ഈ കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞില്ല. സോ അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഐ റിയലി അപ്രിഷിയേറ്റ് യു ഫോർ യുവർ വില്ലിങ്നെസ്. താങ്ക് യു ഫോർ ദാറ്റ്. ദെൻ നമുക്ക് എന്ത് പറയാം? ഡു യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് ടു മീ ആനി, ഓർ ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ്? Okay, so I hope I have clarified all your questions and you got an idea. So I'll just summarize what we have been discussing. Meantime, I'll also make the preparation for the consultation to the doctor എന്നും കൂടി അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഓക്കെ, സോ കമ്മിങ് ടു ദി യെസ്, വെരി ഗുഡ്. യെസ് സൗമ്യ, അപ്പോൾ അതൊരു സ്ക്വാമസ് സെൽ കാർസിനോമ ആയിട്ടുള്ളൊരു കേസാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഈ കൺഫേം എന്ന് പറയുന്ന ഒരു കേസ്. ഇപ്പോൾ കൺഫേം എന്ന് പറയുന്ന കേസ് അതായത് ഫസ്റ്റ് ടാസ്ക് വരികയാണെങ്കിൽ അത് കൺഫേം റീസൺ ഫോർ പേഷ്യൻ്റ് വിസിറ്റും വരാം. അറ്റ് ദ സെയിം ടൈം കൺഫേം റീസൺ ഫോർ നഴ്സ് വിസിറ്റും വരാം അല്ലേ? ഇപ്പോൾ പല കാർഡിലും യു ആർ സീയിങ് എ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ? യു ആർ സീയിങ് എ പേഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പോയി കാണുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പേഷ്യൻ്റ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോയിൻമെൻറ്റ് എന്നുള്ള വേർഡ് കാണും അല്ലേ? അപ്പോയിൻമെൻറ്റ്, പേഷ്യൻ്റ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നു. അല്ലെങ്കിൽ കൺഫേം റീസൺ ഫോർ പേഷ്യൻ്റ് വിസിറ്റ് എന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി തന്നിട്ടുണ്ടാവും അല്ലേ? നേഴ്സ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിലോ
കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ്. അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന എന്താണ്, യൂഷ്വലി തരുന്നൊരു വേർഡ് യോർ വിസിറ്റ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്നും കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു കേസാണ് ലൈക്ക് സ്ക്വാമസ് സെൽ കാർസിനോമ. അവിടെ കൺഫേം റീസൺ ഫോർ വിസിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് ആരുടെ വിസിറ്റാണെന്നുള്ളത് നമ്മൾ ഇനിയും എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. കൺഫേം റീസൺ ഫോർ വിസിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന കേസിൽ. കൺഫേം റീസൺ ഫോർ വിസിറ്റ്. അപ്പോൾ ഇതിനി ആരുടെ വിസിറ്റാണ്? ഇപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിൽ സ്റ്റിച്ചസ് റിമൂവൽ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റ് വിത്തിൻ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് സ്റ്റിച്ചസ് റിമൂവൽ. അപ്പോൾ നമ്മൾ ഇതിനി ആരുടെ വിസിറ്റാന്ന് നോക്കണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടാസ്കിൽ നിന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അത് ആരുടെ വിസിറ്റാന്നുള്ളത് അല്ലേ, കാരണം അത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിനാരിയോ പ്രോപ്പർലി വായിക്കുക. ഓക്കെ സൗമ്യ, ആ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനാരിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ പേഷ്യൻറ്റ് സ്ക്വാമസ് സെൽ കാർസിനോമ ആയിട്ട് ഡയഗ്നോസ്ഡ് ആയി, അതിൻ്റെ ലീഷൻസ് റിമൂവ് ചെയ്തു, പേഷ്യൻറ്റ് കൺസേൺഡ് ആണ്. അതുപോലെ തന്നെ യു ഹാവ് കം ടു എന്നുള്ളൊരു വേർഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. യു ഹാവ് കം ടു റിമൂവ് ദ സ്റ്റിച്ചസ് എന്നുള്ള കാര്യം, ദ പേഷ്യൻ, അവിടെ യു ആർ സീയിങ് ദ പേഷ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേസ് എനിക്ക് കുറച്ച് കൺഫ്യൂഷനായിപ്പോൾ. യു ആർ സീയിങ് ദ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സ്റ്റിച്ച് റിമൂവൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ളൊരു കാര്യം, ഈ ഒരു കേസിൽ അവിടെ കുറച്ചു ലൈക്ക് യു ഹാവ് കം എന്ന് പറഞ്ഞിരിക്കുന്നത് യെസ് യു ഹാവ് കം ടു വിസിറ്റ് ദ പേഷ്യൻ്റ് തന്നെയാണ്. യു ഹാവ് കം ടു സീ ദ പേഷ്യൻറ്റ് ഫോർ സ്റ്റിച്ച്. യു ഹാവ് കം എന്നുള്ളൊരു വേർഡ് അവിടെ ഉണ്ട്. ആ ഒരു കാര്യം എൻ്റെ കയ്യിൽ ആ സിനാരിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഐ വുഡ് ഹാവ് ഷോൺ യു പീപ്പിൾ. സോ ആ സിനാരിയോ പ്രോപ്പർലി ഒന്ന് വായിച്ച് നോക്കുക. സോ അതിൽ നിന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി സൗമ്യയ്ക്ക് കിട്ടും. ആ സിനാരിയോയിൽ മെൻഷൻ ചെയ്തിട്ട് യു ഹാവ് കം ടു റിമൂവ് ദ സ്റ്റിച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? അതായത് എപ്പോഴെങ്കിലും ജസ്റ്റ് റീസൺ ഫോർ വിസിറ്റ് മാത്രമേ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ സിനാരിയോയിൽ ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് റീസൺ ഫോർ വിസിറ്റ് എന്ന് മാത്രമേ, കൺഫേം റീസൺ ഫോർ വിസിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ആരുടെ വിസിറ്റാണ്, പേഷ്യൻറ്റ് വിസിറ്റാണോ നേഴ്സ് വിസിറ്റാണോ. സോ യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ പേഷ്യൻറ്റ് ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫേം റീസൺ ഫോർ വിസിറ്റ് അപ്പോയിൻമെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന എപ്പോഴും ആരായിരിക്കും, അത് പേഷ്യൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കേണ്ട ഏത് രീതിയിലാണ് പോകേണ്ടത്, അത് അൺനോൺ ടു നോൺ കേസ് പോലെയാണ് പോകേണ്ടത്. പേഷ്യൻറ്റ് വിസിറ്റ് ആണെങ്കിൽ അത് എന്ത് കേസായിരിക്കും, അതൊരു അൺനോൺ ടു നോൺ കേസ് ആയിരിക്കും. അത് ക്ലിയർ ആണല്ലോ, അൺനോൺ ടു നോൺ കേസ്. കൺഫേം റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ വന്നിരിക്കുന്ന എന്തിനാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് കേസായിരിക്കും, അതൊരു നോൺ കേസായിരിക്കും. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അൺനോൺ ടു നോൺ ആയിട്ടേ പോകത്തുള്ളൂ. ക്ലിയർ ആയോ? ഇനി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൺഫേം റീസൺ ഫോർ വിസിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ യു ഹാവ് കം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെല്ലുകയാണെന്നുണ്ട്. അതുപോലെ തന്നെ യു ആർ സീയിങ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് വരുമ്പോഴും നിങ്ങൾ നോക്കുക. അങ്ങനെയും ഒരു കേസുണ്ട്, യു ആർ സീയിങ് എന്ന് പറഞ്ഞു പോകുന്നതിനുണ്ട്. അപ്പോൾ ഇഫ് യു ആർ ഹാവിങ് ടു മച്ച് കൺഫ്യൂഷൻ, ഇതുപോലത്തെ ഒരു കൺഫേം ടാസ്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ലൈവ് സെഷനിൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആവും. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നമുക്ക് ഡിസ്കസ് ചെയ്യാം സിൻസ് യു ആർ ഹാവിങ് കൺഫ്യൂഷൻ വിത്ത് ദിസ് തിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ, അതായത് വിസിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനാരിയോ പ്രോപ്പർലി നോക്കുക. അവിടെ അപ്പോയിൻമെൻ്റ് എന്നോ പേഷ്യൻ്റ് വരുന്നതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. കാരണം ആ ടാസ്കിൽ യു ഹാവ് കം ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കേസ് നോൺ കേസായിട്ട് പോകുന്നത്. ഓക്കെ, സൗമ്യക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലെറ്റ് മീ ചെക്ക് യു. So you are here to came for stitch removal and dressing, is that right? ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ അവിടെ നമ്മളാണ് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ യു ഹാവ് കം എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്ത് കേസായി? യു ഹാവ് കം ടു റിമൂവ് ദി സ്റ്റിച്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്ത് കേസായി? അത് നോൺ കേസായില്ലേ? യു ഹാവ് കം, നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോൺ കേസ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ആനിയാണ് പേഷ്യൻ്റ് എന്നുണ്ടെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ആനി, വെൽ ഐ എം ഹിയർ ടു റിമൂവ് ദി സ്റ്റിച്ചസ് എന്നാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോയിൻമെൻറ്റ് എന്നുള്ളൊരു വേർഡ് ആ കേസിലില്ല. ഇവിടെ നമ്മൾ പറയുന്നത് കൺഫേം റീസൺ ഫോർ വിസിറ്റ് വിത്തിൻ ബ്രാക്കറ്റ് സ്റ്റിച്ചസ് റിമൂവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നോൺ കേസായിട്ട് വേണം പോകാനായിട്ട്. സൗമ്യയ്ക്ക് ക്ലിയർ ആയോ സൗമ്യ? എപ്പോഴാണെങ്കിലും വിസിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഷുവർ ഡെഫിനറ്റ്ലി അനുഗ്രഹ, ഞാൻ ഇതുപോലത്തെ കേസ് തന്നെ ഡിസ്കസ് ചെയ്യാം. ലൈക്ക് കൺഫേം വരുന്നത് 2-3 ടാസ്ക് ഞാൻ കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് സിനാരിയോ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലാരിറ്റി. ഓക്കെ സൗമ്യ, ഇത് ക്ലിയർ ആയോ? ഈ കേസിൽ ക്ലാരിറ്റി ഉണ്ടോ? കാരണം അവിടെ ഈ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വിസിറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ, അതായത് റീസൺ കൺഫേം റീസൺ ഫോർ വിസിറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വിസിറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ സിനാരിയോയിൽ നിന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുകയാണ്. സൗമ്യ ഓക്കെ ആണോ? ക്ലിയർ ആയോ സൗമ്യയ്ക്ക്? സൗമ്യ വാസ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. ഇസ് ഇറ്റ് ക്ലിയർ സൗമ്യ? ഓക്കെ,
I guess, after the explanation, things have been become so much, confusing, I guess. Definitely, ഈ ഒരു സിറ്റുവേഷൻ, അതായത് കൺഫേം വരുന്ന സിറ്റുവേഷൻ അടുത്ത നമ്മുടെ ലൈവ് സെഷനിൽ ഓൺ മൺഡേ വിൽ ബി ഹാവിങ് എ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സിനാരിയോസ് ആയിട്ട് വരാം, ഒരൊറ്റ കേസല്ല, ഡിഫറെൻറ്റ് സിനാരിയോസ് ആയിട്ട് വരാം. സോ ദാറ്റ് യു വിൽ ബി ഹാവിങ് എ ക്ലാരിറ്റി. അതായത് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുള്ളതും മെൻഷൻ ചെയ്യാത്തതായിട്ടുമായിട്ടുള്ള സിനാരിയോസ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലാരിറ്റി. സോ ഐ വിൽ മേക്ക് ഷുവർ ഐ വിൽ ഡു ദ സെയിം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരു പർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി വർ ഹാവിംഗ് എ ഡിസ്കഷൻ ഓൺ എ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ സെറ്റിംഗ്. ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇറ്റ് വാസ് ക്ലിയർ ഫോർ യു പീപ്പിൾ. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ so far, and for your active participation also. Nishma, good afternoon Nishma. I guess you were ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു, കേസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. So we'll be meeting on Monday with just like I mentioned, I'll be just making a preparation for the same itself. So we'll be having a discussion on that. Okay, thank you so much guys for listening, and I'm really glad that you people were with me. Thank you.